ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഈ റൗണ്ട് ടേബിളിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് മെഷീനാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 3D പ്രിൻറ്റിങ്ങിൽ കുറച്ച് പാർട്സുകൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ടേബിൾ, കറങ്ങുന്ന ടേബിൾ ഇതാണ്. പിന്നെ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനൊരു ബാരിംഗ് ബോക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതും നമ്മൾ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്കാണ് ഈ ടൈമിംഗ് ബെൽറ്റ് കൊടുത്തിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് നേരെ വന്നിട്ട് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ഡ്രില്ല് ചെയ്തിട്ടൊരു ഹോൾ വെച്ചിട്ടുണ്ട്. ആ ഹോളിലേക്ക് സ്ക്രൂ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടൊരു പാർട്ടായിട്ട് മാറുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈമിംഗ് ബെൽറ്റിന് ടൈറ്റ് ചെയ്യാനായിട്ടൊരു പാർട്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് ചെറിയ റിങ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 2 ബാരിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3mm സ്ക്രൂ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ നേരത്തെ കണ്ട ഒരു IR സെൻസർ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2-3 പാർട്സുകളാണ് നമ്മൾ ഇതിനായിട്ട് 3Dയിൽ ചെയ്തത്. പിന്നെ അതുപോലെ മോട്ടറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ നമ്മൾ തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ ഹൈറ്റ് റെഡി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ 3Dയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വുഡ് പീസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു ടൈമിംഗ് ബെൽറ്റും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിംഗ് ബെൽറ്റാണ് നമ്മുടെ ഈ ടേബിളിനകത്ത് ഇതിനകത്ത് കയറി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഇത് നമ്മളിവിടെ സ്ക്രൂ ചെയ്തിട്ട് ഈ ടേബിളിൽ അതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ടൈമിംഗ് ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റ് ഇതാണ്. ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ബോർഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഡയഗ്രാം ഞാനിവിടെ ഡ്രോയിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാ കോമൺ ബോർഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി വരുന്ന കമ്പോണൻസുകൾ ഒരു Arduino Nano വേണം. പിന്നെ അതുപോലെ A4988 ഒരു ഡ്രൈവർ ബോർഡ് വേണം. പിന്നെ ഏതാനും കണക്ടറുകൾ, അതുപോലെ ട്രാൻസിസ്റ്റർ, ഒരു 7805 റെഗുലേറ്റർ IC, ബസർ, അതുപോലെ 2-3 റെസിസ്റ്റൻസ്, ഒരു LED. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ബോർഡിൽ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്കിനി നോക്കാം. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സർക്യൂട്ട് ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു മോട്ടർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4988 ഒരു ബോർഡുണ്ട്. പിന്നെ ഒരു Arduino Nano ഉണ്ട്. പിന്നെ LCD ഡിസ്പ്ലേ. പിന്നെ അതുപോലെ മോട്ടർ, നമുക്ക് വാട്ടർ മോട്ടർ ഇതിൽ കൊടുക്കുന്ന സൊല്യൂഷൻ ഓഫ് ചെയ്യാനും അതുപോലെ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മാനുവലുണ്ട്. ഓട്ടോ ബട്ടണും കൂടിയിട്ടുള്ള ഒരു സ്വിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള പിന്നാണ് ഇത്. ഇതിലേക്ക് പവർ കൊടുക്കാനായിട്ട് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള പിന്നെ ഇതാണ്. പിന്നെ നമ്മൾ ഒരു 7805 വെച്ചിട്ടാണ് Arduinoയിലേക്ക് 5 വോൾട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ബസർ വെച്ചിട്ടുണ്ട്. ബസറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് കൊടുക്കാനായിട്ട് BC547 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മോട്ടറിന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് D882 ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ. ഇത്രയാണ് ഈ ബോർഡിലുള്ളത്. ഇതെല്ലാം മാനുവലായിട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് ഒക്കെ ഞാനിവിടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ റേറ്റാണ്. ഇത് നമ്മുടെ CD ഡ്രൈവിനകത്തൊക്കെ വരുന്ന ടൈപ്പുള്ള മോഡൽ സ്വിച്ചാണിത്. നമ്മുടെ DVD പ്ലെയർ, CD പ്ലെയർ അതിനകത്തൊക്കെ ഉണ്ടാവും ഇത് ഈ ടൈപ്പ്. അതിൻ്റെ ആ ട്രേ കയറി വരുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്വിച്ചാണിത്. അപ്പോൾ ഈ ഡബിൾ സൈഡ് ആക്ടിംഗ് ആണ് ഈ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീല് ഇവിടെ ഹോം പൊസിഷനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ അസംബ്ലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിതിലേക്ക് സൊല്യൂഷൻ വരാനുള്ള മോട്ടർ കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടൈപ്പുള്ള ചെറിയ ബോട്ടിലാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു സോക്കറ്റിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഈ ഒരു അടിഭാഗത്തെ ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ 2 സെൻസർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ സെൻസറിൽ ബോട്ടിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടും അടിയിലുള്ളത് അതിൽ സൊല്യൂഷൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള 2 IR സെൻസറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഇല്ലാതെ കറങ്ങി വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ വരില്ല, അതിൻ്റെ മോട്ടർ ഓഫ് ആവും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ കൊടുക്കാം. അപ്പോൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നൊരു ഹോം പൊസിഷനിലേക്ക് വരും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CD ഡ്രൈവിൻ്റെ അകത്ത് വരുന്ന സ്വിച്ചാണ്. അപ്പോൾ ഇതിൽ വന്ന് ഇവിടെ സ്റ്റോപ്പായി. ഈ ഒരു ചെറിയ സ്ക്രൂവാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്രസ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് റണ്ണിങ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് 10 ബോട്ടിൽ വെക്കാനുള്ള സെറ്റപ്പാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിറഞ്ഞു വരുന്ന ബോട്ടിലുകൾ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം നമുക്ക് ബോട്ടിൽ ഇല്ലാതെ വിട്ടു കൊടുക്കാം. ബോട്ടിലില്ലാതെ വിട്ടു കൊടുക്കുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവില്ല, അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുകയും ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബോട്ടിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പം അങ്ങനെ നമുക്ക് ഇതിലേക്ക് ബോട്ടിലുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാനിപ്പോൾ 10 സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്രത്തോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് വെച്ചിട്ട് കൂട്ടി കൊടുക്കാം. 20, 30, 40, 50, 100 എത്ര വേണമെങ്കിൽ വയ്ക്കാം. ഇപ്പോൾ 10 ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അത് ഹോം പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് സൊല്യൂഷൻ കണക്ട് ചെയ്ത് കൊടുക്കാം. സൊല്യൂഷൻ വരെയുള്ള മോട്ടറും അതുപോലെ സൊല്യൂഷനും കണക്ട് ചെയ്ത് കൊടുക്കാം.